നമസ്കാരം. ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജെ.വി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ പിന്തുണ. ഛത്തീസ്ഗഡിൽ പ്രാർത്ഥനാ യോഗത്തിന് നേരെ ക്രൂരമായ ആക്രമണം, 30 പേർക്ക് പരിക്ക്. ഭൂകമ്പത്തിൽ കുലുങ്ങി വിറച്ച് ഫിലിപ്പീൻസ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്ത്രീകളെ കൂട്ടത്തോടെ തടവിലാക്കി താലിബാൻ. അന്യഗ്രഹ ജീവികൾ വന്നാൽ ദൈവവിശ്വാസം തകരുമോ? ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗ്. ഈജിപ്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യുവാവിന് വധശിക്ഷ ഭീഷണി. ഉത്തർപ്രദേശിൽ സുവിശേഷം പ്രസംഗിച്ചതിന് പാസ്റ്റർമാർക്ക് ജയിൽ ശിക്ഷ. ചൈനയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ സജീവം. മൊസാംബിക് ബിഷപ്പിന്റെ കൊലപാതകം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജെ.വി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് KRLCC പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജെ.ബി. കോസി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ ഉറപ്പു നൽകി. ഇതോടൊപ്പം വലിയ വിവാദങ്ങൾക്ക് കാരണമായ മുനമ്പം നിവാസികളുടെ ഭൂമിയിന്മേലുള്ള അവകാശം നിയമപരമായി തന്നെ പുനഃസ്ഥാപിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബിഷപ്പുമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ, ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ എന്നിവരടങ്ങുന്ന ഉന്നതതല സഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ പിന്തുണ. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരള സമൂഹത്തെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദൗത്യത്തിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായി കോട്ടയത്തു നിന്നുള്ള വാർത്താ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ദൗത്യത്തിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന പോലീസുമായി സഹകരിച്ച് വിദേശ പൗരന്മാരടക്കം നിരവധി ലഹരിക്കടത്തുകാരെ പിടികൂടിയിട്ടുണ്ട്. ലഹരി മാഫിയയ്ക്കെതിരെ വിവരങ്ങൾ നൽകാൻ തൂഫാൻ ഇന്റലിജൻസ് ടീം രൂപീകരിച്ചത് പൊതുജനങ്ങൾക്ക് ഏറെ സഹായകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. നാടിന്റെ അപകടകരമായ അവസ്ഥ കണ്ടറിഞ്ഞ് സർക്കാർ നടത്തുന്ന ഈ നീക്കത്തിൽ കേരള സമൂഹം ഒന്നടങ്കം അണിനിരക്കണമെന്ന് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത പ്രതികരിച്ചു. ഛത്തീസ്ഗഡിൽ പ്രാർത്ഥനാ യോഗത്തിന് നേരെ ക്രൂരമായ ആക്രമണം, 30 പേർക്ക് പരിക്ക്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ സദ്രപാൽ ഗ്രാമത്തിൽ മെയ് 31 നടന്ന ക്രൈസ്തവ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് നേരെ ഒരു സംഘം ആളുകൾ അതിക്രമിച്ചെത്തി ക്രൂരമായ ആക്രമണം നടത്തി. അക്രമത്തിൽ ഗർഭിണിയായ സ്ത്രീ ഉൾപ്പെടെ 30ഓളം പേർക്ക് പരിക്കേറ്റു. 70ഓളം വിശ്വാസികൾ സമാധാനപരമായി പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് അക്രമമുണ്ടായത്. ക്രിസ്തീയ വിശ്വാസത്തോടുള്ള വിദ്വേഷമാണ് ഇതിന് പിന്നിലെന്ന് വിശ്വാസികൾ വ്യക്തമാക്കിയപ്പോൾ സ്വത്ത് തർക്കമെന്ന് വരുത്തി തീർക്കാൻ അക്രമികൾ ശ്രമിച്ചതായും കാത്തലിക് കണക്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരുൾപ്പെടെയുള്ളവരെ ടോങ്പാലിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സുക്മയിലെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണവും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയും സ്വീകരിക്കണമെന്ന് ഇരകളുടെ കുടുംബങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടു. ഭൂകമ്പത്തിൽ കുലുങ്ങി വിറച്ച് ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടങ്ങളും ജീവഹാനിയും. റിക്ടർ സ്കെയിലിൽ വൻ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇതുവരെ 15ഓളം പേർ മരണപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് രക്ഷാസേന നൽകുന്ന സൂചന. ഭൂമി കുലുങ്ങിയ സമയത്ത് ഒരു സ്കൂളിലെ കൊച്ചുകുട്ടികൾ പേടിച്ചരണ്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നൊമ്പരമാകുന്നുണ്ട്. ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ജീവനും കൊണ്ടോടുന്നതും, ശക്തമായ പ്രകമ്പനത്തിൽ പരിഭ്രാന്തരായ ജനങ്ങൾ ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും തെരുവുകളിലേക്ക് ഓടിയിറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്ത്രീകളെ കൂട്ടത്തോടെ തടവിലാക്കി താലിബാൻ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം നിർദ്ദേശിച്ച വസ്ത്രധാരണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് സ്ത്രീകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് തടവിലിടുന്ന നടപടിയിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെറാത്ത പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്ത്രീകളുടെ അറസ്റ്റിനെതിരെയാണ് അഫ്ഗാനിസ്ഥാനിലെ UN ദൗത്യമായ യൂനാം ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയത്. എത്ര സ്ത്രീകളെയാണ് താലിബാൻ നിലവിൽ തടവിലാക്കിയിരിക്കുന്നതെന്ന് UN ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ
ഹെറാത്ത് പ്രവിശ്യയിൽ നിന്ന് മാത്രം കുറഞ്ഞത് 21 സ്ത്രീകളെയും പെൺകുട്ടികളെയും താലിബാൻ കസ്റ്റഡിയിലെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ വന്നാൽ ദൈവവിശ്വാസം തകരുമോ? ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗ്. ഭൂമിക്ക് പുറത്ത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് ക്രൈസ്തവ വിശ്വാസത്തെയും ദൈവശാസ്ത്ര ചിന്തകളെയും എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യവുമായി പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗ്. റിലീസാകാനിരിക്കുന്ന തന്റെ ഏറ്റവും പുതിയ സയൻസ് ഫിക്ഷൻ ചിത്രമായ ഡിസ്ക്ലോഷർ ഡേയെ മുൻനിർത്തി CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ നിരീക്ഷണം നടത്തിയത്. അന്യഗ്രഹ രഹസ്യങ്ങൾ സർക്കാർ മൂടിവെക്കുന്നതും അത് പുറത്തു കൊണ്ടുവരുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. മുൻ കത്തോലിക്ക സന്യാസിനിയായ ഒരു പ്രധാന കഥാപാത്രത്തിലൂടെ കത്തോലിക്ക സഭയുടെ നിലപാടുകളും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈവം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമുള്ളതാണോ, അതോ ബുദ്ധിയുള്ള ജീവജാലങ്ങളുള്ള പ്രപഞ്ചത്തിലെ എല്ലാ സൗരയൂഥങ്ങൾക്കും പ്രപഞ്ചനാഥൻ ഒന്നാണോ എന്ന ഗൗരവമേറിയ ചിന്ത ചിത്രം പങ്കുവെക്കുന്നുണ്ടെന്ന് സ്പീൽബർഗ് പറഞ്ഞു. ഈജിപ്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യുവാവിന് വധശിക്ഷ ഭീഷണി. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഈജിപ്തിൽ വിചാരണ നേരിടുന്ന യുവാവിനെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇടപെടൽ തേടി പ്രതിശ്രുത വധു. ഈജിപ്ത് ഭരണകൂടത്തിന്റെ പീഡനങ്ങൾക്കെതിരെയുള്ള മൗനം വെടിയാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. സയ്യിദ് മൻസൂർ റസ്ക് അബ്ദൽ റാസക് 30 എന്ന യുവാവാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നത്. ജൂൺ 15-ന് ഈജിപ്തിലെ തീവ്രവാദ വിരുദ്ധ കോടതിയിലാണ് ഇദ്ദേഹത്തിന്റെ വിചാരണ ആരംഭിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ സയ്യിദിനെ നിലവിൽ അന്താരാഷ്ട്ര മതപരമായ മനസാക്ഷിയുടെ തടവുകാരനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സുവിശേഷം പ്രസംഗിച്ചതിന് പാസ്റ്റർമാർക്ക് ജയിൽ ശിക്ഷ. ഉത്തർപ്രദേശിലെ സീതാപൂർ, ലഖിംപൂർ ഖേരി ജില്ലകളിൽ നിന്ന് 5 പാസ്റ്റർമാരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. AG സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ ആരുൺ യേശുദാസൻ, AG സഭയുടെ പാസ്റ്റർമാരായ സുരേഷ് ചന്തു, ശ്രവാൻ കുമാർ, കമലേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ സീതാപൂർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ വീടുകളിൽ കയറി മിഷണറിമാരെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. പാസ്റ്റർമാരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന രീതി തുടരുന്നുവെന്ന് പരാതി ഉയരുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ആശങ്കയിലാണ്. നിലവിൽ ഉത്തർപ്രദേശിലെ വിവിധ ജയിലുകളിലായി 100 കണക്കിന് മിഷണറിമാർ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചൈനയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ സജീവം. ചൈനയിലെ വളർന്നുവരുന്ന ക്രിസ്തീയ മിഷണറി പ്രസ്ഥാനങ്ങളുമായി എങ്ങനെ മികച്ച രീതിയിൽ സഹകരിക്കാമെന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ വലിയ ചർച്ചകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു പതിറ്റാണ്ട് തികയുന്നു. മിഷണറിമാരെ സജ്ജരാക്കൽ, പരിശീലനം, ബിസിനസ് പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കൽ എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഭാഷാ പഠനം, ആത്മീയ രൂപീകരണം, കൃത്യമായ മേൽനോട്ടം എന്നിവയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമെന്ന് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതിനായി വിഭാവനം ചെയ്ത വിവിധ പങ്കാളിത്ത മാതൃകകളാണ് തുടർന്നുള്ള വർഷങ്ങളിൽ രൂപം കൊണ്ട ശക്തമായ ആഗോള കൂട്ടായ്മകൾക്ക് അടിത്തറയായത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിദേശ സമ്മേളനങ്ങളിലൂടെയും പ്രാദേശിക ശ്രമങ്ങളിലൂടെയും ആയിരക്കണക്കിന് ചൈനീസ് വിശ്വാസികളെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സജ്ജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. മൊസാംബിക് ബിഷപ്പിന്റെ കൊലപാതകം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൊസാംബിക്കിലെ ക്വെലിമാൻ രൂപതയുടെ ബിഷപ്പും IMC സന്യാസ സമൂഹാംഗവുമായ ഒസോറിയോ അഫോൺസോ സിറ്റോറയുടെ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനും കുറ്റവാളികളെ തിരിച്ചറിയാനുമുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ ജൂൺ 6-നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പുലർച്ചെ ബിഷപ്പിന്റെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയ അജ്ഞാത സംഘം അദ്ദേഹത്തിന് നേരെ മാരകമായി വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് ഫോറൻസിക് പോലീസ് ഏജൻസി വക്താവ് മാക്സിമിനോ അമീൽക്കർ വ്യക്തമാക്കി. ബിഷപ്പിന്റെ കൊലപാതകം കത്തോലിക്ക സഭയിലും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിലെയും മഡഗാസ്കറിലെയും എപ്പിസ്കോപ്പൽ കോൺഫറൻസുകളുടെ സിംപോസിയം ഈ സംഭവത്തിൽ തങ്ങളുടെ ദുഃഖവും രോഷവും അറിയിച്ചു. JV കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ പിന്തുണ. ഛത്തീസ്ഗഡിൽ പ്രാർത്ഥനാ യോഗത്തിന് നേരെ ക്രൂരമായ ആക്രമണം, 30 പേർക്ക് പരിക്ക്. ഭൂകമ്പത്തിൽ കുലുങ്ങി വിറച്ച് ഫിലിപ്പീൻസ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്ത്രീകളെ കൂട്ടത്തോടെ തടവിലാക്കി താലിബാൻ. അന്യഗ്രഹ ജീവികൾ വന്നാൽ ദൈവവിശ്വാസം തകരുമോ? ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗ്.
ഈജിപ്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യുവാവിന് വധശിക്ഷ ഭീഷണി. ഉത്തർപ്രദേശിൽ സുവിശേഷം പ്രസംഗിച്ചതിന് പാസ്റ്റർമാർക്ക് ജയിൽ ശിക്ഷ. ചൈനയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ സജീവം. മൊസാംബിക് ബിഷപ്പിന്റെ കൊലപാതകം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.